The trains being flagged off are Nagarkoil Mangaluru Amrit Bharat Express, Thiruvananthapuram Tambaram Amrit Bharat Express, Thiruvananthapuram Challapalli Amrit Bharat Express and Thrissur Guruvayur passenger train. 3 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫാണ് പ്രധാനമന്ത്രി നിർവഹിച്ചത്. ദക്ഷിണേന്ത്യയിലുടനീളമുള്ള കണക്ടിവിറ്റി ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന 3 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഉൾപ്പെടെ 4 ട്രെയിൻ സർവീസുകളാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇപ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നത്. കേരളത്തിനായി നൽകിയതെല്ലാം എണ്ണിപ്പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം വികസന പ്രവർത്തനങ്ങൾക്ക് പുതിയ ദിശാബോധം കൈവന്നിരിക്കുകയാണെന്നും രാജ്യത്തെ വലിയ സ്റ്റാർട്ടപ്പ് കേന്ദ്രമായി തിരുവനന്തപുരത്തെ മാറ്റുമെന്നും അതിന് തുടക്കമായെന്നും രാജ്യത്തെ 4 കോടി ജനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി പുതിയ വീടുകൾ ലഭിച്ചെന്നും 1 കോടിയിലേറെ വീടുകൾ നഗരവാസികൾക്കായി നൽകിയെന്നും രാജ്യത്തെ നഗരങ്ങളിലെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ സയൻസ്, ഗവേഷണം, കണ്ടുപിടുത്തം, ആരോഗ്യം എന്നീ മേഖലകളിലും കേന്ദ്ര സർക്കാർ വലിയ നിക്ഷേപം നടത്തുന്നുണ്ടെന്നും ഇതിന്റെ ഭാഗമായി CSRലെ ഇന്നോവേഷൻ ഹബ് രാജ്യത്തിന് സമർപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി. एनडीए सुहृदगणे आज देश के दूसरे हिस्सों से केरला की रेल कनेक्टिविटी और सशक्त हुई है. थोड़ी देर पहले जिन अमृत भारत एक्सप्रेस ट्रेनों को हरी झंडी दिखाई गई है, इससे केरला में ईज ऑफ ट्रैवल को बल मिलेगा. इससे टूरिज्म सेक्टर को भी बहुत फायदा होगा. गुरुवायूर से त्रिशूर के बीच नई पैसेंजर ट्रेन तीर्थ यात्रियों के लिए सफर को और आसान बनाएगी. इन सारे प्रोजेक्ट से केरला के विकास को भी गति मिलेगी. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തെ മറ്റു ഭാഗങ്ങളിലെ അപേക്ഷിച്ച് കേരളത്തിലെ റെയിൽ ഗതാഗതം ഇന്നു മുതൽ കൂടുതൽ ദൃഢമാവുകയാണ്. അല്പം മുൻപ് ഞാൻ പച്ചക്കൊടി കാണിച്ച അമൃത ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ കൂടി ഓടിത്തുടങ്ങുന്നതോടെ കേരളത്തിലെ യാത്രാ സൗകര്യവും ഇനിയും കൂടുതൽ മെച്ചപ്പെടും. വിനോദസഞ്ചാരികൾക്കും ഇതിന്റെ പ്രയോജനം കിട്ടും. ഗുരുവായൂർ തൃശൂർ റൂട്ടിൽ ഓടുന്ന പുതിയ പാസഞ്ചർ ട്രെയിൻ തീർത്ഥാടനം കൂടുതൽ സുഗമമാക്കും. ഈ പദ്ധതികളുടെ എല്ലാം കേരളത്തിന്റെ വികസനത്തിന് കൂടുതൽ വേഗം കൈവരും. साथियों, विकसित केरला से ही विकसित भारत का सपना पूरा होगा. इसमें केंद्र सरकार पूरी शक्ति से केरला के लोगों के साथ खड़ी है. आप सभी को फिर से एक बार बहुत बहुत शुभकामनाएं देता हूं. अभी इसके बाद बगल में ही केरला के हजारों लोग, उत्साही लोग, आत्मविश्वास से भरे लोग मेरे भाषण का इंतजार कर रहे हैं और वहां भी मुझे बहुत खुल करके बोलने का मौका मिलेगा, जमकर के बातें करने का मौका मिलेगा और मीडिया को भी इसमें ज्यादा इंटरेस्ट नहीं होगा, उसमें ही ज्यादा होगा. तो मैं आज इस कार्यक्रम में यहीं पर अपनी बात पूरी करूंगा और फिर मैं 5 मिनट के बाद बगल में कार्यक्रम में जाकर के वहां बहुत सी बातें जो केरला के भविष्य से जुड़ी हुई हैं मैं जरूर वहां बताऊंगा. പ്രിയപ്പെട്ടവരെ, വികസിത കേരളത്തിൽ കൂടി മാത്രമേ വികസിത ഭാരതം എന്ന സ്വപ്നം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനായി കേന്ദ്രം കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം പൂർണ്ണമായി ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ആശംസകൾ നേരുകയാണ്. ഇതിനുശേഷം ഇതിന്റെ തൊട്ടടുത്ത് 5 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക്
ഊർജ്ജസ്വലരായ എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. അവിടെ ഞാൻ വിശദമായി കേരളത്തിന്റെ ഭാവിയെ പറ്റിയൊക്കെ സംസാരിക്കേണ്ടതുണ്ട്. ഇവിടെയുള്ള മാധ്യമങ്ങൾക്കും ഒരുപക്ഷെ അതിലായിരിക്കും കൂടുതൽ താല്പര്യമുണ്ടാവുക. ഇത്തരം ഈ പരിപാടിയിൽ വലിയ താല്പര്യം ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം. എന്തായാലും അടുത്ത പരിപാടിയിൽ എനിക്ക് സംസാരിക്കാൻ പോകേണ്ടതുണ്ട്. बहुत बहुत धन्यवाद. മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം. കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷറി ക്രൂയിസിൽ പോയാലോ? മിനാർ ക്രൂയിസ് കൊച്ചിൻ. എല്ലാവിധ സുരക്ഷാ മാനദണ്ഡത്തോടു കൂടിയുള്ള ഒരു ആഡംബര യാത്ര, അതും കൊച്ചിയിൽ. യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും, ബിസിനസ് മീറ്റിംഗ്സ്, ഫാമിലി ഗാദറിംഗ്, ബർത്ത്ഡേ പാർട്ടീസ്, കോളേജ് ട്രിപ്സ്, അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ. ലൈവ് DJ, ലൈവ് മ്യൂസിക് പെർഫോമൻസ്, മാജിക് ഷോ, മെന്റലിസം പ്രോഗ്രാംസ്. മിനാർ ക്രൂയിസ് കൊച്ചിൻ. ഫോൺ 8089 021 666 7034 191 993.